ഇന്ന് നമുക്കൊരു എക്സാം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിന് പോലെ തയ്യാറെടുപ്പാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂരാണ്. നമുക്ക് ഏറ്റുമാനൂരിന് ഒരു KSRTC ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കറക്റ്റ് ടൈമിന് ചെല്ലാൻ പറ്റില്ല, ഒന്നും കിട്ടിയില്ല, പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി. അങ്ങനെ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വരെ നേരെ കോട്ടയം ടു ഇങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തൊരു സെക്കൻഡ്. അങ്ങനെ ബസ്സിലുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ അവസാനം എത്തിയിരിക്കുന്നത് ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എക്സാം നടത്തുന്ന ലൊക്കേഷനിലോട്ട് ഇവിടുന്ന് കുറച്ചുകൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എക്സാം നടക്കുന്നിടത്തോട്ട് നടന്നു പോകാൻ പറ്റുമെന്നാണ് ഒരാൾ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു ഓട്ടോയിൽ ചോദിച്ചപ്പോൾ 60 രൂപയാണ് ഓട്ടോക്കൂലി വന്നത്. അപ്പോഴേക്കും ആലോചിക്കാമല്ലോ എത്രയും ദൂരം ഉണ്ടെന്ന് അവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറി നേരെ എക്സാം സെൻറ്ററിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ വേറെ വ്യൂ ഉണ്ട് ഗൈസ്, ഒന്ന് നോക്കിയേ. പെട്ടെന്നാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. നല്ല രസമല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ എക്സാം സെൻറ്റർ. ഉച്ചസമയം ആയതുകൊണ്ട് ഫുഡെല്ലാം കഴിഞ്ഞ് നേരെ എക്സാം ഹോളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ കുഴപ്പമില്ലെന്ന് വേണം പറയാം. 6 മണി വരെയാണ് നമ്മുടെ എക്സാം ടൈം. അപ്പോൾ ആ ടൈമെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പം എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം എന്തൊരു റിലാക്സേഷനാണ്, കാരണം വലിയൊരു ഭാരം ഇറങ്ങിപ്പോയ പോലെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു നൈറ്റ് ടൈം കൂടെ ആയതുകൊണ്ട് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ പുറത്തോട്ട് നോക്കിയാൽ. കാരണം നമുക്ക് ബസ്സിനകത്തുനിന്ന് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് മെയിൻ കാരണം. എന്താ, ഔട്ട് സൈഡ് വ്യൂ അത്ര മനോഹരമായതുകൊണ്ടാണ്. അപ്പോൾ ഈ നോക്കി ഈ ഒരു സ്ഥലങ്ങളെ കാണാൻ ഭയങ്കര രസമല്ലേ. അതിന് പുറമെ ഒരു പോളി കൺസ്ട്രക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ എന്ത് രസം. ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഷിപ്പ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നല്ല കാണുന്നത് കേട്ടോ. കാരണം വേറെ ലെവൽ അവർ ചെയ്തേക്കുന്നത്, എന്ത് രസമാണ് കാണാൻ. എന്തെങ്കിലും ഹോട്ടലാവും, എന്തായാലും മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ തെങ്ങായിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി നടന്നു പോകട്ടോ. വണ്ടി ഞങ്ങളവിടെ വെച്ചിട്ടാണ് പോയത്. നമ്മൾ ഏതൊരാൾക്കും ഒരു വലിയൊരു എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു മൊമെൻറ്റിലാണ്, കാരണം എനിക്ക് ഭയങ്കര ആശ്വാസം, എല്ലാം കഴിഞ്ഞല്ലോ ഒന്ന് സമാധാനിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.